children. How are you all? I hope all of you have watched the video. എല്ലാവരും വീഡിയോ കണ്ടായിരുന്നോ? അപ്പോൾ നമ്മുടെ SS-ലെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അതിൻ്റെ നോട്ട് ടീച്ചർ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു പുതിയ ചാപ്റ്ററാണ്, ദ എർത്ത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എർത്തിനെ കുറിച്ചൊക്കെ പഠിച്ചിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ദ ബിഗിനിങ്ങിൽ എർത്ത് എന്ന് പറയുന്നത് ഹോട്ട് ബോൾ ഓഫ് മോൾട്ടൺ റോക്ക് ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ റെയിൻ ഉണ്ടായി, അപ്പോൾ റെയിനിൻ്റെ ഫലമായി ഓഷൻസ് ഒക്കെ ഉണ്ടായെന്ന് പഠിച്ചു. പിന്നെ എർത്തിൽ ലൈഫ് എങ്ങനെ ഉണ്ടായെന്ന് പഠിച്ചു, അനിമൽ ലൈഫ് ഉണ്ടായത് പഠിച്ചു അല്ലേ? ഒക്കെ പഠിച്ചത് ഓർമ്മയില്ലേ കഴിഞ്ഞ ചാപ്റ്ററിൽ? അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്? എർത്തിലെ ഇന്നർ പാർട്ട് എങ്ങനെയാണ് കാണപ്പെടുന്നതെന്നും, പിന്നെയോ പ്ലേറ്റ്സ് എന്താണെന്നും, പ്ലേറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് എർത്ത് ഓഷൻസിലും കോണ്ടിനെൻസിനും ഒക്കെ സൈസിനും ഷേപ്സിനും ഒക്കെ മാറ്റം ഉണ്ടാകുന്നു, അതിനെക്കുറിച്ചും പിന്നെ മൗണ്ടൻസ് എങ്ങനെ ഉണ്ടായി എന്നും എർത്ത് ക്വിക്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നതും ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ആർ യു റെഡി? ഓക്കെ, all of you take your ടെക്സ്റ്റ് ബുക്ക്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ 121 എടുത്തോ? ടെക്സ്റ്റ് ബുക്ക് എടുത്തോ എല്ലാവരും? ടീച്ചർ ആദ്യം വായിക്കാം, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ദ എർത്ത്, ഇയർലി എർത്ത്. In the beginning, the earth was just a hot ball of molten rock. Slowly, the outer surface cooled down to form the land and oceans. But even now, the inner part of the earth has not cooled down. It is still hot and molten. ഇത് നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. In the beginning, the earth was just a hot ball of molten rock. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു അല്ലേ? എർത്ത് എങ്ങനെയായിരുന്നു ബിഗിനിങ്ങിൽ? ഹോട്ട് ബോൾ ഓഫ് മോൾട്ടൺ റോക്ക് ആയിരുന്നു അല്ലേ? സ്ലോലി ദ ഔട്ടർ സർഫസ് കൂളാവാൻ തുടങ്ങി, അതിൻ്റെ ഫലമായിട്ട് ലാൻഡ് ഓഷൻസ് ഒക്കെ ഉണ്ടായി എന്നും പഠിച്ചു അല്ലേ? പിന്നെയോ ബട്ട് ഈവൻ നൗ ദ ഇന്നർ പാർട്ട് ഓഫ് ദ എർത്ത് ഹാസ് നോട്ട് കൂൾഡ്. നമ്മൾ എർത്തിൻ്റെ ഔട്ടർ സർഫസ് കൂളാവാൻ തുടങ്ങിയെങ്കിലും അതിൻ്റെ ഇന്നർ പാർട്ട് എന്ന് പറയുന്നത് അകംഭാഗം കൂളാണോ അപ്പോഴും? അല്ല, അത് ഹോട്ട് ആൻഡ് മോൾട്ടൺ ആണ് അല്ലേ? അത് അപ്പോഴും ചൂടായി തന്നെയാണ് ഇരിക്കുന്നത്. ടീച്ചർ ഒരിക്കൽ കൂടെ ആ പാരഗ്രാഫ് വായിക്കാം. ഇൻ ദ ബിഗിനിങ് ദ എർത്ത് വാസ് ജസ്റ്റ് എ ഹോട്ട് ബോൾ ഓഫ് മോൾട്ടൺ റോക്ക്. Slowly, the outer surface cooled down to form the land and oceans. But even now, the inner part of the earth has not cooled down. It is still hot and molten. ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായോ? നെക്സ്റ്റ് പാരഗ്രാഫ്, പ്ലേറ്റ്സ്. എന്താണ് പ്ലേറ്റ്സ് എന്ന് നമുക്ക് പഠിക്കാം. The cool thin surface of the earth is called the crust. The crust is not made up of a single shell. It is made up of several large pieces or giant plates lying next to each other. These giant plates rest on the molten rock below. The innermost part of the earth is solid. അപ്പോൾ എന്താണ്? ദ കൂൾ തിൻ സർഫസ് ഓഫ് ദ എർത്ത് ഈസ് കോൾഡ് ക്രസ്റ്റ്. എന്താണ് ക്രസ്റ്റ്? നമ്മുടെ എർത്തിൻ്റെ പുറത്ത് കാണുന്ന പുറം പാളിയാണ് എന്തോന്ന് പറയുന്നത്? ക്രസ്റ്റ്. അപ്പോൾ നമ്മൾ ക്രസ്റ്റ് നേരത്തെ പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ക്രസ്റ്റ് എന്താണ്? CRUST, ന്യൂ വേർഡാണ്. CRUST, ക്രസ്റ്റ്. അപ്പം എർത്തിൻ്റെ പുറത്ത് കാണപ്പെടുന്ന പാളിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രസ്റ്റ് എന്ന് പറയുന്നത്. ദ ക്രസ്റ്റ് ഈസ് നോട്ട് മെയ്ഡ് അപ്പ് ഓഫ് എ സിംഗിൾ ഷെൽ. ഈ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഷെല്ലല്ല. പിന്നെയോ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെവറൽ ലാർജ് പീസസ് ഓർ ജൈൻറ്റ് പ്ലേറ്റ്സ് ലൈങ് നെക്സ്റ്റ് ടു ഈച്ച് അതർ. സെവറൽ ലാർജ് പീസസും അത് ജൈൻറ്റ് പ്ലേറ്റ്സും എല്ലാം കൂടെ ചേർന്നിരിക്കുന്നതാണ് നമ്മുടെ ക്രസ്റ്റ് എന്ന് പറയുന്നത്. These giant plates rest on the molten rock below. The innermost part of the earth is solid. അപ്പോൾ എർത്തിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗം എങ്ങനെയാണ് ഇരിക്കുന്നത്? സോളിഡ് ആയിട്ടാണ് അല്ലേ? കട്ടിയായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം ടീച്ചർ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. ദ കൂൾ തിൻ സർഫസ് ഓഫ് ദ എർത്ത് ഈസ് കോൾഡ് ക്രസ്റ്റ്. അതായത് ഭൂമിയുടെ പുറത്ത് കാണപ്പെടുന്ന പാളിയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നത്. അത് ഒരു സിംഗിൾ ഷെല്ലല്ല, അത് സെവറൽ ലാർജ് പീസസും ഓർ ജൈൻറ്റ് പ്ലേറ്റ്സ്. ഒരു ന്യൂ വേർഡാണ് ജൈൻറ്റ് പ്ലേറ്റ്സ്. GIANT PLATES.
പറഞ്ഞേ, GIANTPLATES, giant plates. അപ്പോൾ എങ്ങനെയാണ്? സെവറൽ ലാർജ് പീസസ് ഓർ giant plates lying next to each other. ഇതെല്ലാം കൂടെ ഈ പ്ലേറ്റ്സ് വലിയ പ്ലേറ്റ്സ് ഒക്കെ ചേരുന്നതാണ് നമ്മുടെ ക്രസ്റ്റ് എന്ന് പറയപ്പെടുന്നത്. അതിൻ്റെ ഇന്നർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ എർത്ത് ഈസ് സോളിഡ്. അപ്പോൾ എർത്തിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗം എന്ന് പറയുന്നത് എങ്ങനെയാണ്? സോളിഡാണ് അല്ലേ? സോളിഡ് എന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള ഭാഗമാണ് കേട്ടോ. എർത്തിൻ്റെ അകം ഏറ്റവും ഉള്ളിൽ കാണുന്ന ഭാഗം സോളിഡാണ്. ടീച്ചർ ഒരിക്കൽ കൂടെ ആ പാരഗ്രാഫ് വായിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. The cool thin surface of the earth is called the crust. The crust is not made up of a single shell. It is made up of several large pieces or giant plates lying next to each other. These giant plates rest on the molten rock below. The innermost part of the earth is സോളിഡ്. അപ്പോൾ ക്രസ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ആ എർത്തിൻ്റെ പുറത്ത് കാണപ്പെടുന്ന പാളിയാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഒരു ഷെല്ല് മാത്രമല്ല, പിന്നെ ആ സെവറൽ ലാർജ് പീസസ് ഓർ ജയന്റ് പ്ലേറ്റ്സ് ചേരുന്നതാണ്. ജയന്റ് പ്ലേറ്റ്സ് റെസ്റ്റ് ഓൺ ദി മോൾട്ടൺ റോക്ക് ബിലോ. അപ്പോൾ ഈ വലിയ പ്ലേറ്റ്സിൻ്റെ താഴെയാണ് എന്തോന്ന് കാണപ്പെടുന്നത്? മോൾട്ടൺ റോക്ക് കാണപ്പെടുന്നത്. ദ ഇന്നർമോസ്റ്റ് പാർട്ട് ഓഫ് ദ എർത്ത് ഈസ് സോളിഡ്. അപ്പോൾ എർത്തിൻ്റെ ഏറ്റവും അകത്തുള്ള ഭാഗം എന്ന് പറയുന്നത് എന്തോന്നാണ്? സോളിഡാണ് അല്ലേ? അപ്പം ടീച്ചർ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എഗ്ഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണല്ലോ എഗ്ഗ്. അപ്പം നമുക്ക് എഗ്ഗിനെ ഒരു ഭൂമിയായിട്ട് സങ്കല്പിച്ചാൽ, അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ എഗ്ഗിൻ്റെ പുറം അങ്ങനെ നല്ല കട്ടിയുള്ളതല്ലേ, അപ്പോൾ അതിനെ നമുക്കൊരു ക്രസ്റ്റായിട്ട് കാണാം. അപ്പോൾ ആ എഗ്ഗിനെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്യുമ്പോൾ അതിലിങ്ങനെ ക്രാക്സ് വീഴും, ചെറുതായിട്ടൊന്ന് പൊട്ടിക്കുമ്പോൾ അല്ലേ? അത് നമുക്ക് പ്ലേറ്റ്സ് ആയിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ അകത്ത് കാണുന്ന എഗ് വൈറ്റ് ഇല്ലേ, അതാണ് മോൾട്ടൺ റോക്ക് എന്ന് നമുക്ക് സങ്കല്പിക്കാം അല്ലേ? എർത്തിനകത്ത് കാണപ്പെടുന്നത്. പക്ഷേ എഗ്ഗിലാണെങ്കിലോ അത് തണുത്തിരിക്കും, എർത്തിലാണെങ്കിലോ നല്ല ഹോട്ടായിരിക്കും അല്ലേ? ഭയങ്കര ചൂടായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം ഇന്നർ മോസ്റ്റ് പാർട്ട് ഓഫ് ദി എർത്ത് സോൾഡ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അകമുള്ള ഭാഗം എന്തായിരിക്കും? നല്ല കട്ടിയായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ എർത്തിൻ്റെ അകഭാഗം എങ്ങനെയാണെന്ന്? ഓക്കെ, ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്, പ്ലേറ്റ് മൂവ്മെൻറ്റ്സ് ആണ് അടുത്ത് പറയാൻ പോകുന്നത്. സംടൈംസ് ദ മോൾട്ടൺ റോക്ക് കോൾഡ് ലാവ കംസ് ഔട്ട് ത്രൂ ദ സ്പേസസ് ബിറ്റ്വീൻ ദ സർഫസ് പ്ലേറ്റ്സ്. After coming out, the lava cools down to become solid rocks. This adds to the crust of the earth. When more and more lava comes out, it pushes the plates to the sides. അപ്പോൾ എന്താണ് പ്ലേറ്റ്സ് മൂവ്മെൻറ്റ് എന്നാണ് ടീച്ചർ പറയാൻ പോകുന്നത്. സംടൈംസ് molten rock called lava comes out through the spaces between the surface plates. നമ്മളൊരു പുതിയ ന്യൂ വേർഡ്സ് പഠിക്കുകയാണ്. ലാവ, LAVA. എന്താണ്? LAVA. അപ്പോൾ ചില സമയങ്ങളിൽ ഈ പ്ലേറ്റ്സിൻ്റെ ഇടയിൽ കൂടെ പുറത്തേക്ക് എന്തോന്ന് വരുന്നു? ലാവ. ഈ മോൾട്ടൺ റോക്സ് ലാവയായിട്ട് പുറത്തേക്ക് ഒഴുകുന്നു. ആഫ്റ്റർ കമ്മിങ് ഔട്ട് ദ ലാവ കൂൾസ് ഡൗൺ ടു ബിക്കം സോളിഡ് റോക്സ്. അതിങ്ങനെ പുറത്തേക്ക് ഒഴുകിയിട്ട് ഈ ക്രസ്റ്റിൻ്റെ മുകളിൽ ഇങ്ങനെ എത്തി, അത് പിന്നെ തണുത്ത് പിന്നെ അതും എന്തായി മാറുന്നു? സോളിഡായിട്ട് മാറുന്നു. ദിസ് ആഡ് ടു ദ ക്രസ്റ്റ് ഓഫ് ദി എർത്ത്. അത് പിന്നെ എർത്തിലെ ക്രസ്റ്റിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ലാവ തണുത്ത് കട്ടിയായി അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുന്നു. When more and more lava comes out, it pushes the plates to the sides. അങ്ങനെ ഒരുപാട് ആദ്യം കുറേശ്ശെ വരികയും പിന്നെ ഒരുപാട് ലാവാസ് എന്തോന്ന് ചെയ്യും? പുറത്തേക്ക് ഇങ്ങനെ വരികയും ചെയ്യുന്നു. അതായത് മില്യൺസ് ഓഫ് ഇയേഴ്സ്, കോടിക്കണക്കിന് വർഷങ്ങളെടുത്ത് ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. The surface plates have been moving and reforming the newer shapes and sizes. This has changed the shapes and sizes to the earth, oceans and continents. അപ്പം നമ്മുടെ ഈ പ്ലേറ്റ്സ് എന്ന് ടീച്ചർ പറഞ്ഞില്ലേ, ആ പ്ലേറ്റ്സിൻ്റെ ഇടയിൽ കൂടെ മോൾട്ടൺ റോക്കായ ലാവ ഇങ്ങനെ പുറത്ത് വരും അല്ലേ? അങ്ങനെ ഒരുപാട് ലാവ പുറത്ത് വന്ന് അത് തണുത്ത് അത് ക്രസ്റ്റിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. പിന്നെ ഒരുപാട് ലാവാസ് ഇങ്ങനെ പുറത്ത് വരും അല്ലേ? ഒരുപാട് മോർ ആൻഡ് മോർ ലാവാസ് പുറത്ത് വരുമ്പോൾ ഈ പ്ലേറ്റ്സ് ഇങ്ങനെ കാണപ്പെടുന്ന പ്ലേറ്റ്സ്
ഇങ്ങനെ മാറി മാറി പോകും അല്ലേ. മാറി മാറി പോകുമ്പോൾ ഈ പ്ലേറ്റ്സിൻ്റെ പുറത്താണ് നമ്മൾ കാണുന്ന ഓഷൻസും കോണ്ടിനെൻസും എല്ലാം കാണുന്നത് നമ്മുടെ ഈ പുറത്തല്ലേ പ്ലേറ്റ്സിൻ്റെ. അപ്പോൾ ഇതിന് എന്തോന്ന് സംഭവിക്കും, ഇതിൻ്റെ സൈസിനും ഷേപ്സിനും ഒക്കെ മാറ്റം സംഭവിക്കുന്നു അല്ലേ. അപ്പം നേരത്തെയുള്ള ഷേപ്പും സൈസും ഒന്നുമല്ല, പല വേറെ വേറെ ഷേപ്സിലും സൈസിലും ഒക്കെ മാറി പോകുന്നു. ടീച്ചർ ഒരിക്കൽ കൂടെ ആ പാരഗ്രാഫ് വായിച്ചു തരാം. പ്ലേറ്റ്സ് മൂവ്മെൻ്റ് ആണ്. Sometimes the molten rock called lava comes out through the spaces between the surface plates. After coming out, the lava cools down to become solid rock. This adds to the crust of the earth. When more and more lava comes out, it pushes the plates to the sides over millions of years. The surface plates have been moving and reforming the newer shapes and sizes. This has changed the shapes and sizes of the earth's oceans and continents. അതിൻ്റെ ഫലമായിട്ട് ഈ പ്ലേറ്റ്സുകൾ തെന്നി മാറുന്നതിൻ്റെ ഫലമായിട്ട് ഓഷൻസിനും കോണ്ടിനെൻസിനും സൈസും ഷേപ്സിനും ഒക്കെ മാറ്റം ഉണ്ടാകുന്നു. എർത്തിന് പുറത്തുള്ള ഓഷൻസിനും കോണ്ടിനെൻസിനും ഷേപ്പിനും സൈസിനും ഒക്കെ മാറ്റം ഉണ്ടാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ പിക്ചർ കണ്ടോ, രണ്ട് പിക്ചർ എർത്ത് 150 മില്യൺ ഇയേഴ്സ് എഗോ, അതായത് 15 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള എർത്തിൻ്റെ പിക്ചറാണ് ആദ്യം കാണുന്നത്. രണ്ടാമത് കാണുന്നത് എർത്ത് ടുഡേ, ഇപ്പോഴുള്ള എർത്തിൻ്റെ പിക്ചർ. അതിൽ കണ്ടോ അതിലുള്ള മാറ്റങ്ങൾ, പിക്ചറിൻ്റെ അകത്ത് നിങ്ങൾ എർത്തിൻ്റെ പുറം ഭാഗത്തുള്ള മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു. ആ പ്ലേറ്റ്സുകൾ ലാവ പുറത്ത് വരുന്നതിൻ്റെ ഫലമായിട്ട് ഈ പ്ലേറ്റ്സുകൾക്ക് മൂവ്മെൻറ്റ് സംഭവിക്കുന്നു അല്ലേ. അങ്ങനെ മൂവ്മെൻറ്റ് സംഭവിക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ പുറത്തുള്ള ഓഷൻസും കോണ്ടിനെൻസും എല്ലാം സൈസിനും ഷേപ്സിനും ഒക്കെ മാറ്റം ഉണ്ടാകും. പിക്ചർ കണ്ടോ നിങ്ങൾ? അടുത്തത്, സംടൈംസ് ദ ജൈൻറ്റ് പ്ലേറ്റ്സ് പുഷ് അഗെയിൻസ്റ്റ് വൺ അനദർ. വെൻ ദിസ് ഹാപ്പൻസ് ദ എഡ്ജ് ഓഫ് ദി പ്ലേറ്റ്സ് മേ ഫോൾഡ് അപ്വേർഡ് ടു ഫോം ദ മൗണ്ടെയ്ൻസ്. മൗണ്ടെയ്ൻസ് അനദർ ന്യൂ വേർഡ്സ്. MOUNTAIN എന്താണ്? MOUNTAIN മൗണ്ടെയിൻ എന്ന് വെച്ചാൽ പർവ്വതങ്ങൾ. അപ്പം എങ്ങനെയാണ് ചില സമയങ്ങളിൽ ഈ ജൈൻറ്റ് പ്ലേറ്റ്സിന് പുഷ് ഉണ്ടാവും അല്ലേ. ചെറിയ രീതിയിലുള്ള പുഷസ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാന്നറിയാമോ, ഒരു പുഷസ് കൊണ്ട് അപ്പുറത്തുള്ള വേറെ പ്ലേറ്റ്സിനെ ചെന്ന് ഈ പ്ലേറ്റ്സ് ഇങ്ങനെ ഇടിക്കുന്നതിൻ്റെ ഫലമായിട്ട് അത് മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങും. അത് അങ്ങനെയാണ് എന്തോന്നുണ്ടാകുന്നത്, മൗണ്ടെയിൻസ് ഉണ്ടാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. ദിസ് ക്യാൻ ബി അണ്ടർസ്റ്റാൻഡ് ത്രൂ ദ സിമ്പിൾ എക്സ്പെരിമെൻറ്റ്. ഒരു ചെറിയ എക്സ്പെരിമെൻറ്റിലൂടെ ടീച്ചർ അത് പറഞ്ഞു തരാം. Place 2 books side by side on a table and push them against each other. You will see the common edge folding upwards. Many mountains on the earth were formed this way. ടീച്ചർ അത് പറഞ്ഞു തരാം. ഇങ്ങനെ നിങ്ങൾ 2 ബുക്ക് എടുക്കുക, 2 നോട്ട്സ് ബുക്ക് എടുക്കുക. എടുത്ത ശേഷം ഒരു ടേബിളിൽ ആ ബുക്ക് വയ്ക്കുക. എന്നിട്ട് ആ ബുക്ക് നിങ്ങൾ ഇങ്ങനെ പിടിക്കുക. ടീച്ചർ ഇപ്പം ടേബിളിലല്ല കയ്യിലാണ് പിടിച്ചിരിക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ അടുത്ത് കൊണ്ടുവന്ന് ചെറുതായിട്ട് ഇങ്ങനെ പുഷ് ചെയ്യുക. പുഷ് ചെയ്യണതിൻ്റെ ഫലമായിട്ട് ഈ നോട്ട് ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങും. കണ്ടോ? മുകളിൽ പോകണ കണ്ടോ? പൊങ്ങുന്ന കണ്ടോ? നിങ്ങൾ വീട്ടിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ടേബിളിൽ 2 നോട്ട്സ് ബുക്ക് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി വരും. അങ്ങനെയാണ് മൗണ്ടെയിൻസ് ഉണ്ടാകുന്നതെന്നാണ് പറയപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് വലിയ ജയൻറ്റ് പ്ലേറ്റ്സ്, വലിയ പ്ലേറ്റ്സുകൾ തമ്മിൽ പുഷസ് ഉണ്ടാവും അല്ലേ. അപ്പം ലാവയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ എന്തോന്ന് ചെയ്യും, ഈ ഒരു പ്ലേറ്റ്സ് ഇങ്ങോട്ട് നീങ്ങി പോകുമ്പോൾ അടുത്ത പ്ലേറ്റ്സിനെ ചെന്ന് ഇങ്ങനെ ഇടിക്കും അല്ലേ. ഇടിക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിങ്ങനെ മുകളിലോട്ട് പൊങ്ങി വരും. അങ്ങനെയാണ് മൗണ്ടെയിൻസ് ഉണ്ടാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് എർത്തിൽ മൗണ്ടെയിൻസ് ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. If the surface plates suddenly slip against one another, there occurs earthquakes. അപ്പോൾ ചില പ്ലേറ്റ്സുകൾ എന്തോന്ന് അറിയാമോ, പെട്ടെന്ന് 2 പ്ലേറ്റ്സുകൾ തമ്മിൽ പെട്ടെന്ന് സ്ലിപ്പാവും. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് earthquakes. Another new words, earthquakes. EARTHQUARKES. എന്താണ് earthquakes? EARTHQUARKES.
KES. അപ്പോൾ എങ്ങനെയാണ് എർത്തക്യൂക്സ് ഉണ്ടാകുന്നത്? ചില പെട്ടെന്ന് ഈ രണ്ട് വലിയ ജയൻറ്റ് പ്ലേറ്റ്സുകൾ തമ്മിൽ പെട്ടെന്ന് സ്ലിപ്പാകും അല്ലേ? ഇങ്ങനെ രണ്ടെണ്ണം പെട്ടെന്ന് ഇങ്ങനെ ഉരസി മാറും. അതിൻ്റെ ഫലമായിട്ടാണ് എർത്തക്യൂക്സ് ഉണ്ടാകുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ടീച്ചർ ആ പാരഗ്രാഫ് ഒരിക്കൽ കൂടെ വായിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. പ്ലേറ്റ്സ് മൂവ്മെൻറ്റ്. Sometimes the molten rock called lava comes out through the spaces between the surface plates. After coming out, the lava cools down to become solid rock. This adds to the crust of the earth. When more and more lava comes out, it pushes the plates to the sides. അപ്പോൾ ഒരുപാട് ലാവാസ് ഇങ്ങനെ പുറത്ത് വരുമ്പോൾ എന്തോ ചെയ്യും? ഈ പ്ലേറ്റ്സുകൾക്ക് മൂവ്മെൻറ്റ് സംഭവിക്കും. അതിൻ്റെ ഫലമായിട്ടാണ് ഈ പ്ലേറ്റ്സിൻ്റെ പുറത്തുള്ള ഓഷൻസിനും കോണ്ടിനെൻസിൻ്റെയൊക്കെ ഷേപ്പിനും സൈസിനും ഒക്കെ മാറ്റം സംഭവിക്കുന്നു. Over millions of years, the surface plates have been moving and reforming in newer shapes and sizes. This has changed the shapes and sizes of the Earth's oceans and continents. ടീച്ചർ ഇപ്പം പറഞ്ഞില്ലേ ഓഷൻസിനും കോണ്ടിനെൻസിനും മാറ്റം എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതിൻ്റെ ഷേപ്സൊക്കെ മാറുന്നത് ഇതുകൊണ്ടാണ്. ആ പിക്ചർ കണ്ടോ നിങ്ങൾ? എർത്തിൻ്റെ ഇപ്പോഴുള്ള എർത്തിൻ്റെ പിക്ചറും 15 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള എർത്തിൻ്റെ പിക്ചറുമാണ് ടെസ്റ്റിൽ കാണിച്ചിരിക്കുന്നത്. ചില സമയങ്ങൾ സംടൈംസ് ദ ജയൻറ്റ് പ്ലേറ്റ്സ് പുഷ് അഗെയിൻസ്റ്റ് വൺ അനദർ. വെൻ ദിസ് ഹാപ്പൻസ് ദ എഡ്ജസ് ഓഫ് ദി പ്ലേറ്റ്സ് മേ ഫോൾഡ് അപ്വേർഡ് ടു ഫോം മൗണ്ടൻസ്. ചില സമയങ്ങളിൽ എന്ത് ചെയ്യാന്നറിയാമോ? ഈ പ്ലേറ്റ്സുകൾ തമ്മിൽ ഇങ്ങനെ സാവധാനത്തിൽ വന്ന് ഇങ്ങനെ ഇടിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നത്? അതിന് മുകളിലോട്ട് ഇങ്ങനെ മൂവ്മെൻ്റ് ഉണ്ടാവും. അതിൻ്റെ ഫലമായിട്ടാണ് എന്തോന്നുണ്ടായെന്നാണ് പറയുന്നത്? മൗണ്ടൻസ്, പർവ്വതങ്ങളൊക്കെ ഉണ്ടായതല്ലേ, നമ്മുടെ ഹിമാലയമൊക്കെ ഉണ്ടായത് അങ്ങനെയെന്നാണ് പറയപ്പെടുന്നത്. മെനി മൗണ്ടൻസ്, എർത്തിലുള്ള മെനി മൗണ്ടൻസ് ഉണ്ടായത് ഈ പ്ലേറ്റ്സുകൾ തമ്മിലുള്ള കൂട്ടിമുട്ടലിൻ്റെ ഫലമായിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. ദിസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ത്രൂ എ സിമ്പിൾ എക്സ്പെരിമെൻറ്റ്. Place 2 books side by side on a table and push them against each other. You will see the common edge folding upwards. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇന്ന് ക്ലാസ് കഴിഞ്ഞ ശേഷം ഒരു ടേബിളിൽ 2 ബുക്ക് നോട്ട്സ് ബുക്ക് വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ പുഷ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ നടുക്കുള്ള ഭാഗം ഇങ്ങനെ മുകളിലോട്ട് അപ്വേർഡായിട്ട് പോകുന്നത് കാണാം അല്ലേ? അപ്വേർഡ് ടു ഫോം. അങ്ങനെയാണ് മൗണ്ടൻ ഉണ്ടാകുന്നത്. മെനി മൗണ്ടൻസ് ഓൺ ദ എർത്ത് വെയർ ഫോംഡ് ഇൻ ദിസ് വേ. അങ്ങനെയാണ് എർത്തിൽ മൗണ്ടൻസ് ഉണ്ടാകുന്നത്. ഇഫ് ദ സർഫസ് പ്ലേറ്റ്സ് സഡൻലി സ്ലിപ്പ് അഗെയിൻസ്റ്റ് വൺ അനദർ there occurs earthquakes. അപ്പോൾ എങ്ങനെയാണ് എർത്തക്യൂക്സ് ഉണ്ടാകുന്നത്? ഈ പ്ലേറ്റ്സുകൾ പെട്ടെന്ന് ഒന്ന് ചിലത് സ്ലിപ്പാകും അല്ലേ? പെട്ടെന്ന് ഇങ്ങനെ ഉരസിയിട്ട് അങ്ങ് പോകും. അങ്ങനെയാണ് ഉണ്ടാകുന്നത്? എർത്തക്യൂക്സ് ഉണ്ടാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെ ന്യൂ വേർഡ്സിൽ പഠിച്ചു? ക്രസ്റ്റ് പഠിച്ചു, പിന്നെയോ എന്തൊക്കെയാണ് പഠിച്ചത്? ജയൻറ്റ് പ്ലേറ്റ്സ് പഠിച്ചു, പിന്നെയോ മൗണ്ടൻ പഠിച്ചു, ലാവ പഠിച്ചു, എർത്തക്യൂക്സ് പഠിച്ചു. അപ്പോൾ നമ്മൾ ഇത്രയും പോർഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാം മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ സെക്ഷനിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.